നമസ്കാരം. ഈ ആഴ്ചയിൽ മകം നക്ഷത്രം ജനിച്ചവർക്ക് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും യാത്രാക്ലേശവും കൂടുതൽ പണച്ചെലവും അനുഭവപ്പെടുവാനിടയുണ്ട്. പലപ്പോഴും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനിടവരുമെങ്കിലും സൗമ്യ സമീപനം സ്വീകരിക്കുന്നതും മേലധികാരികളുടെയോ അർഹതപ്പെട്ടവരുടെയോ നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കുന്നത് അബദ്ധങ്ങളെയും അപകടങ്ങളെയും ഒഴിവാക്കുന്നതിന് ഉപകരിക്കുവാനിടയുണ്ട്. അതായത് ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ട ഒരു ആഴ്ചയാണ് മകം നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ച. സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളിൽ വരവ് വർദ്ധിക്കുമെങ്കിലും അതിനോടൊപ്പം തന്നെ ചെലവ് വർദ്ധിക്കുന്നത് വഴി നീക്കിയിരിപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. സന്താന സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ഈ ആഴ്ചയിൽ അവസാനത്തിൽ ഒടുവിലായിട്ട് വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനായി ഒരു പക്ഷേ ഉദ്യോഗം ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. ഔദ്യോഗിക ചുമതലകളെ അഥവാ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഭദ്രത ഇല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ആവുന്നതും പിന്മാറുന്നത് നന്നായിരിക്കും. ദന്ത ഉദര രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. എല്ലാ പ്രകാരത്തിലും ഒരു ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ടതാണ്. പ്രായേണ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ടെങ്കിലും മുൻപറഞ്ഞ വിധത്തിലുള്ള ആത്മനിയന്ത്രണം വളരെയധികം വേണ്ടത്. ആത്മനിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനമാണെങ്കിൽ ആയതിനെ എല്ലാ അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനും സാധിക്കും. മകം നക്ഷത്രം ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.